ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റിൽ ഈസി ആയിട്ടൊരു കോവക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തത് പൊട്ടിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. കോവക്ക കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു 1-1.25 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന കോവക്ക തോരന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. മുളകും പൊടി ഇട്ടിട്ടേ ഇല്ല. അങ്ങനെ അപ്പോൾ അവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കോവക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അടച്ചു വെക്കണ്ട, ഒരു 2 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് എത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കുരുമുളക് ഇട്ട് ഉണ്ടാക്കാത്തപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.